ഇപ്പോൾ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് കേട്ടൊരു ആരോപണം LDF-ന്റേത് പേയ്മെന്റ് സീറ്റാണെന്നാണ്. ഗുരുതര ആരോപണവുമായി എത്തിയത് LDF-ന്റെ പഴയ സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ ഡെന്നിസ് കെ ആന്റണിയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകണം. ജെയ്സൺ ചാമോളപ്പിൽ ചേരുകയാണ്. ജെയ്സൺ, ഗുരുതരമായ ആരോപണമാണ് ഡെന്നിസ് ആന്റണി ഉയർത്തുന്നത്. അദ്ദേഹം വെറുതെ പറയുകയല്ല. ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പിന്നീട് അത് മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം? വിനീത, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ LDF പരാജയപ്പെട്ട ഏക മണ്ഡലമാണ് ചാലക്കുടി. അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഡെന്നിസ്. 1057 വോട്ടുകൾക്കാണ് ഡെന്നിസ് പരാജയപ്പെട്ടത്. പിന്നീട് 5 വർഷം ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചു. തനിക്ക് തന്നെയാണ് സീറ്റ് എന്ന് ഉറപ്പിച്ച് പാർട്ടി പറഞ്ഞു. പക്ഷേ അവസാന ഘട്ടമെത്തിയപ്പോൾ അവസാന ലാപ്പിൽ ഓടിക്കയറിയത് ചാലക്കുടിയിലെ കോൺഗ്രസിന്റെ കൗൺസിലറായ ബിജു ചിറയത്താണ്. സമ്പന്നനാണ് അദ്ദേഹം എന്നാണ് പ്രധാനമായി വരുന്ന ആരോപണം. സമ്പത്ത് കൊണ്ട് സീറ്റ് പിടിച്ചെടുത്തു എന്ന ഗുരുതരമായ ആരോപണമാണ് പഴയ സ്ഥാനാർത്ഥിയായ ഇപ്പോഴും കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതിയിലുള്ള ഡെന്നിസ് ആരോപിക്കുന്നത്. താൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. താൻ ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം കൊണ്ട് താൻ പഠിച്ച 2 കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു. ഒന്ന്, കൊടിയേക്കാൾ വലുതാണ് കോടിയെന്നും വാടക വീടിനേക്കാൾ വലുതാണ് സ്വർണ്ണമഹലെന്നും അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ തിരിച്ചറിഞ്ഞുവെന്ന ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കും. അതിനർത്ഥം ഇപ്പോൾ കോൺഗ്രസിന്റെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായിരുന്ന ബിജു ചിറയത്ത് അത് ഒരു രാത്രി നേരം വെളുത്തപ്പോൾ അവർ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മാറുന്നു. അത് പണം കൊണ്ട് നേടിയതാണെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. അതേസമയം തന്നെ KC വേണുഗോപാൽ സംസ്ഥാനത്തെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടും ആ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പൊതുവെ ഉയർന്ന വികാരം ഇത് തന്നെയായിരുന്നു. ഇത് വലിയ പ്രചാരണ വിഷയമാക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നു. പ്രധാനമായും പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം ഉന്നയിക്കുന്നത് മറ്റാരുമല്ല, കഴിഞ്ഞ തവണ ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി തന്നെയാണ് എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ വിഷയമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ആദ്യ ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം താൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ വാചകമായി മാറാൻ പോകുന്നത് കൊടിയേക്കാൾ വലുതാണ് കോടി എന്ന അദ്ദേഹത്തിന്റെ ഡെന്നിസ് ആന്റണിയുടെ വാക്കുകളായിരിക്കും അല്ലേ? തീർച്ചയായും ഡെന്നിസ് പറയുന്നത് ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം ഈ കഴിഞ്ഞ നിരവധി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലൊക്കെ മെമ്പറൊക്കെ ആയിരുന്നു അദ്ദേഹം. ഒരു രീതിയിലുള്ള അഴിമതിയും ഒരു രീതിയിലുള്ള ചീത്തപ്പേരുണ്ടാക്കാത്ത വ്യക്തിയാണ് ഡെന്നിസ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടവരും 1057 വോട്ടിന് മാത്രമാണ്. പിന്നീട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അയാൾ ചാലക്കുടിയിൽ 5 വർഷവും പ്രവർത്തിച്ചത്. പക്ഷേ അവസാനം തിരഞ്ഞെടുപ്പടുത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നപ്പോൾ കോടികൾ കൊടുത്ത് സീറ്റ് പിടിച്ചു എന്ന ഗുരുതരമായ ആരോപണത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ കൗൺസിലറാണ് ഇത്തവണത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, അതുകൊണ്ടാണ് ആ ആരോപണം ഗൗരവമുള്ളതായി മാറുന്നതും. ജെയ്സൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊടിയേക്കാൾ വലുതാണ് കോടി എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആ വാക്കുകൾ കൂടി കേൾക്കാം. സീറ്റ് അവസാന നിമിഷം വരെ എനിക്കെന്നുള്ള രീതിയിൽ അവിടുന്ന് പാർട്ടി വെച്ച് നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ പ്രഖ്യാപനം വന്ന സമയത്ത് കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള ബിജു ചിറയത്തിൻ്റെ പേര് വന്നു. സാധാരണക്കാരന് മത്സരിക്കാൻ പറ്റില്ല, അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവോ, അവൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്നൊരു പ്രചരണം വ്യാപകമായിരുന്നു. ഒരു പ്രചരണം വ്യാപകമായിരുന്നു. ആ ജനാധിപത്യത്തിൽ സാധാരണക്കാർക്ക് ഇടമില്ലാത്തൊരു സാഹചര്യം സംജാതമാവുന്നുണ്ട്. കാരണം സാധാരണക്കാരൻ്റെ ഫണ്ടോടുകൂടി സാധാരണക്കാരിൽ നിന്ന് ശേഖരിച്ച് അങ്ങനെയൊക്കെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. ഏതെങ്കിലും കോടീശ്വരന്മാർ അവർ ചെലവഴിക്കുന്ന തുക മാത്രം കണ്ടിട്ട് ഒരു പൊതുപ്രസ്ഥാനത്തിന് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് എല്ലാവരുടേതുമാണ്, ജനാധിപത്യം എല്ലാവരുടേതുമാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ശരി, ഈ ആരോപണങ്ങളൊക്കെ തന്നെയും ഏതായാലും വലിയ ചർച്ചയാകും. UDF ഇപ്പോൾ തന്നെ ഈ വിഷയം ചർച്ചയാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജെയ്സൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്തണം.